5 നേരം നമസ്കരിക്കണോ, 1 നേരം പോരെന്നോ? നല്ല ചോദ്യമാണല്ലോ. കാരണം കഷ്ടപ്പെട്ടിട്ട് അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്ന യാത്രയിൽ അദ്ദേഹം അനുഗമിക്കുകയാണ്. അപ്പോ പ്രഭാതത്തിൽ പുറപ്പെട്ടതാ. അപ്പൊ സുബഹി നിസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞ് ദുഹർ വാങ്ക് കൊടുത്തപ്പോ വീണ്ടും പള്ളിയുടെ മുമ്പില്, പിന്നെ അസർ വാങ്ക് കൊടുത്തപ്പോ വീണ്ടും പള്ളിയുടെ മുമ്പിൽ നിന്നു. പിന്നെ മഗ്‌രിബിന്റെ സമയം ഇതൊന്നും നടപടിയാവണ കേസല്ല കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കാറുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു കട്ടൻ ചായയും ഒരു റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ, അപ്പൊ 1 ആയി. പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുന്നത് 2 ആയി. ഉച്ചയ്ക്ക് 3 ആയി. വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ഒന്ന് സ്ട്രോങ് ആവില്ല, 4 ആയി. 5 കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം, 5 ആയി. അപ്പൊ ഈ 5 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരാണ് നമുക്ക് ഭക്ഷണം നൽകിയത്? ആ ഭക്ഷണം നമ്മൾ കഴിച്ചതിൽ നമ്മൾക്കുള്ള റോൾ എന്താണ്? ഇതാണ് അവിടെ പ്രശ്നം. നീരാവിയായി കടൽ ജലം വാനലോകത്തേക്ക് ഉയർത്തിയതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. ആ ഉയർന്ന നീരാവിയെ മേഘമാക്കി മാറ്റിയതിൽ ഒരു പങ്കും നമുക്കില്ല. ആ മേഘത്തെ കാറ്റുകൊണ്ട് അടുപ്പിച്ച് വൃഷ്ടിപ്രദേശത്ത് അത് പെയ്യിപ്പിക്കുന്നതിൽ നമുക്ക് യാതൊരു റോളുമില്ല. ആ വൃഷ്ടിപ്രദേശത്ത് കിടന്നിരുന്ന നെൽവിത്തിനെ പൊട്ടിക്കിളിർക്കുന്നതിൽ നമുക്ക് യാതൊരു റോളുമില്ല. നമ്മളതിൽ കുഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും ആന്ധ്രാപ്രദേശിലെ ഏതോ കർഷകൻ കുഴിച്ചിട്ട് നെൽവിത്തിൽ നിന്നുള്ള അരിയാണ് നമ്മുടെ മുമ്പിൽ ചോറായിട്ട് വന്നത്. അതിൽ നമുക്ക് യാതൊരു റോളുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, എന്താണ് ചൊല്ലുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനായ ദൈവത്തിന്റെ കാരുണ്യമാണ് ഞാൻ ഈ ഭക്ഷിക്കുന്നത്. എനിക്ക് യാതൊരു റോളുമില്ല, അവിടുന്ന് നൽകി. മുണ്ടക്കൈയില് നോട്ടുകെട്ടുകള് ചെളിയിൽ കുതിർന്നു പോയപ്പോ ആ നോട്ടുകെട്ടുകൾക്ക് എന്ത് വിലയാണുള്ളത്? നമ്മൾ അഹങ്കരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരും, ആന്ധ്രയിൽ നിന്ന് അരി വരും, നമ്മുടെ കയ്യിൽ പൂത്ത നോട്ടുകെട്ടുകളുണ്ട്. പക്ഷെ ആ നോട്ടുകെട്ടുകൾക്ക് ഒരു വിലയുമില്ല എന്ന് മുണ്ടക്കൈ കാണിച്ചു തന്നു. അപ്പോ ആ നിലയിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ഇന്ന് നേരം വെളുത്തപ്പോ എഴുന്നേറ്റു, നമ്മുടെ കണ്ണുകൾക്കൊരു കുഴപ്പവുമില്ല, കാലുകൾക്കൊരു കുഴപ്പവുമില്ല, തളർവാദം നമ്മളെ പിടിപെട്ടിട്ടില്ല, നമ്മൾക്ക് ജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സർവസ്തുതിയും. 1800 കിലോമീറ്റർ സ്പീഡിൽ ഭ്രമണം ചെയ്തത് കൊണ്ടാണ്, നമ്മൾ സ്കൂളിൽ പഠിച്ചത് സ്വയം ഭ്രമണം ചെയ്തത് കൊണ്ട് എന്നാണ്. പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർക്ക് ട്രെയിൻ സ്വയം ഓടിപ്പോയപ്പോൾ എന്ന് ആരും പറയാറില്ല. അത് ലോക്കോ പൈലറ്റ് ഓടിച്ചവിടെ എത്തിച്ചപ്പോൾ. അതുകൊണ്ട് ഭൂമി സ്വയം ഭ്രമണം ചെയ്യാറില്ല. കാരണം ദൈവം ഭൂമിയെ ഭ്രമണം ചെയ്യിച്ചു. അതുകൊണ്ട് 1800 കിലോമീറ്റർ സ്പീഡിൽ ഭ്രമണം ചെയ്തത് കൊണ്ടാണ് നമുക്കിന്ന് നേരം വെളുത്തത്. അത് 1700 ആയിട്ട് ഇന്ന് നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ സംഗതി ചെയ്യിപ്പിച്ച് നേരം വെളുത്തല്ലോ, നമ്മുടെ കൊക്കിൽ ശ്വാസമുണ്ടല്ലോ, ദൈവത്തിന് നന്ദി. അതുകൊണ്ട് സുബഹി നിസ്കരിക്കുകയാണ്. സുബഹിയിൽ എന്താണ് പറയുന്നത്? അവൻ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് പറയുന്നത്, യൂസുഫ് അലിയുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും തരാം, കണ്ണിങ്ങോട്ട് തന്നേക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കോ? കാരണം ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തിനേക്കാളും അമൂല്യമാണ് നമ്മുടെ കണ്ണ്. ആ കണ്ണിന് മുകളിലുള്ള നെറ്റി ഈ കണ്ണ് തന്നവനെ സമർപ്പിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ വീഴുമ്പോൾ നെറ്റി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്റെ ചിന്തകൾ, എന്റെ ആലോചനകൾ, എന്റെ പ്ലാനുകൾ, എന്റെ പദ്ധതികൾ, എന്റെ പോക്കുവരവുകൾ എല്ലാം ഈ ഫോർഹെഡിൽ കൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ പഠനം. അതുകൊണ്ട് ഈ നെറ്റി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ കിടക്കുന്ന കിടപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയുടെ ഗർഭാശയത്തിൽ കൂലിക്കൂടി കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. പിണ്ടനന്ദിയിൽ ഗുരു പറഞ്ഞത്, ദൈവമേ അങ്ങാണ് ആ അമ്മയുടെ ഗർഭാശയത്തിൽ ഒരട്ടയെ പോലെ ഞാൻ ഒട്ടിപ്പിടിച്ചിരുന്ന വേളയിൽ അതിന് താഴേക്ക് ചാടിച്ച് പോകാതെ കാത്തത്.
അന്ന് എനിക്ക് കായബലമില്ല, ധനബലമില്ല, ബന്ധുബലമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അറ്റുവീഴാതെ അങ്ങ് കാത്തുവല്ലോ, അതിന് അങ്ങേക്ക് പിണ്ട നന്ദി എന്നാണ് ഗുരു പറയുന്നത്. ആ ദൈവം നമ്മൾക്ക് പിന്നെ ധനബലവും കായബലവും ബന്ധുബലവും ഒക്കെ തന്നു. അപ്പോഴും നമ്മൾ ഗർഭസ്ഥ ശിശുവിനെ പോലെ കൂനിക്കൂടി ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ അവയവമാണ് നെറ്റി, രണ്ടാമത്തേത് മൂക്കാണ്. കൊറോണ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവയവം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. ഓക്സിജൻ സിലിണ്ടറിനൊക്കെ എന്തൊരു വിലയായിരുന്നു. അതുകൊണ്ട് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവൻ നിലനിർത്തിയത്. അപ്പോൾ ജീവന്റെ പ്രതീകമായ ഈ മൂക്ക് ദൈവത്തിന് സമർപ്പിക്കുന്നു. കരചരണങ്ങൾ, നമ്മുടെ കൈകൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതീകമായ കൈകൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. മുട്ടുമടക്കി ഒന്ന് തന്നാലുണ്ടല്ലോ എന്നാണ് നമ്മൾ ദേഷ്യം പിടിച്ചപ്പോ ചോദിച്ചത്. മുട്ടിലാണ് ബലമുള്ളത്. മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം കീഴൊതുങ്ങിയവൻ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർ, അനുസരണം എന്നാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആർ ദൈവത്തെ അനുസരിച്ചുവോ അവന് പറയുന്ന പേരാണ് മുസ്ലിം. ആർ ദൈവത്തിന് കീഴൊതുങ്ങിയോ അവന് പറയുന്ന പേരാണ് മുസ്ലിം. അപ്പോ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നുണ്ട്, ഞാൻ വെറും ഒരു പാഴ്മുളന്തണ്ടാണ്. സുഷിരങ്ങളിലൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ഏത് ഗാനവും എന്നിലൂടെ ആലപിച്ചാലും ഞാൻ അങ്ങേക്ക് വിധേയപ്പെട്ടവൻ എന്ന് ദൈവസമക്ഷം നിന്നുകൊണ്ട് ഒരടിമ പറയുന്നതായിട്ട് ഗീതാഞ്ജലിയിൽ ടാഗോർ ചിത്രീകരിക്കുന്നുണ്ട്. അതേ സംഗതിയാണ് നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മുട്ടുമടക്കി ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് സ്വന്തമായൊന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കാൽപാദങ്ങളാണ് സാഷ്ടാംഗങ്ങളിൽ അവസാനത്തെ രണ്ടെണ്ണം. ആ കാൽപാദങ്ങൾ എന്താണ്? കാൽപാദങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. എന്റെ വഴികൾ മുഴുവൻ അങ്ങിലേക്കാണ്, എന്റെ പദങ്ങൾ മുഴുവൻ അങ്ങിലേക്കാണ്, എന്റെ സഞ്ചാരപാതകൾ മുഴുവൻ അങ്ങിലേക്കാണ്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് പൂർണ്ണമായും സമർപ്പിതനായിരിക്കുന്നു എന്നാണ് ആ സുജൂദിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പ്രഭാതമാണ്. നട്ടുച്ചയ്ക്ക് സൂര്യൻ നമ്മുടെ മൂർധാവിന് മുകളിൽ വന്നാൽ മാത്രമേ ചക്ക മൂക്കുകയുള്ളൂ, കായ്പഴങ്ങൾ പഴുക്കുകയുള്ളൂ, പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. പിന്നെ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് വേണം ഞം 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോ നട്ടുച്ചയിൽ സൂര്യൻ ഉണ്ട്. ആ നട്ടുച്ചയിൽ സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആമാശയങ്ങൾ നിറയുന്നത്. ദൈവമേ നിനക്ക് നന്ദി, ളുഹർ നമസ്കരിച്ചു. ആ നട്ടുച്ചയിൽ തന്നെ സൂര്യൻ ഇരുന്നാൽ എന്താ നമ്മുടെ അവസ്ഥ? ഇപ്പൊ ഒന്നും ചൂടായിട്ടില്ല. ഇനി കുറച്ചുകൂടി അങ്ങനെ കഴിയുമ്പോ എവിടെയെങ്കിലും ഒരു എസിയിൽ കയറിയിരുന്നാൽ മതി. വല്ല ATM ഉണ്ടോ എന്ന് നോക്കും. ATM കുറച്ച് തണുപ്പുണ്ടോ? ആ ATM കയറി നിൽക്കുക. പൈസ ഒന്നും എടുക്കാണ്ടാവില്ല, പക്ഷെ അത്രയ്ക്ക് ചൂടാണ്. ഈ ചൂട് നിലനിന്നാൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് കുറച്ച് തണുപ്പിച്ചു. 4 മണിയാകുമ്പോഴേക്കും ആ സൂര്യന്റെ ചൂട് കുറഞ്ഞു. ദൈവമേ നിനക്ക് നന്ദി, അത് അവിടെ തന്നെ നിലനിർത്താതിരുന്നതിന് അസർ നമസ്കരിച്ചു. മഗ്രിബ് എന്ന് പറയുമ്പോൾ നമ്മൾ അസ്തമയമാണ്. അസ്തമയം എന്ന് പറയുന്നത് ഇതെല്ലാം ജീവിതത്തിന്റെ പ്രതീകമാണ്. പ്രഭാതത്തിലുള്ള നമസ്കാരം ശൈശവത്തിന്റെയും, ഉച്ചയ്ക്കുള്ള നമസ്കാരം യൗവനത്തിന്റെയും വാർദ്ധക്യത്തിന്റെ പ്രതീകമായിട്ടാണ് അസർ. മഗ്രിബ് എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ അസ്തമയം. മരിച്ചു. അപ്പോ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ജീവിത മരണങ്ങൾക്കിടയിലുള്ള സകലതും അവിടത്തേക്കാകുന്നു ദൈവമേ എന്ന പ്രഖ്യാപനമാണ് മഗ്രിബ് നിസ്കാരം. അത് കഴിഞ്ഞാലോ പിന്നീട് ഒരു നിസ്കാരം ഇശ. അതേതാണ്? അപ്പോ മരിച്ചു കഴിഞ്ഞല്ലോ. അവിടെയാണ് ബർസഖ്, ഉറങ്ങുക. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന സച്ചരിതരായ മനുഷ്യനോട് മാലാഖമാർ പറയുന്ന സന്ദർഭമാണ് അവന്റെ മരണത്തിന്റെ സന്ദർഭം. ആ മരണത്തിൽ അവൻ ഉറങ്ങണം. എന്തിനാണ് ഉറങ്ങുന്നത്? അവൻ നട്ട മാവിൽ നിന്ന് അവസാനത്തെ കിളിയും അവസാനത്തെ പഴവും കൊത്തിയതിന് ശേഷമേ അവന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ കെട്ടിയ ബാറിൽ നിന്ന് അവസാനത്തെ കുടിയനും കുടിച്ച് അവസാനത്തെ ഭാര്യയെയും പോയി തല്ലി അവസാനത്തെ അടിയും അവൾ ഏറ്റതിന് ശേഷം അതിന്റെ ഒരു പ്രതിഫലനം കൂടി ബാറ് കെട്ടിയവര് വരാനുണ്ട്. അതുകൊണ്ട് ഇവരുടെയും അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടില്ല. ആ ബാറ് തകരണം, ഈ മാവ് മറിയണം. അതിന് ലോകം അവസാനം വരെ ഉണ്ടെങ്കിൽ അപ്പോഴേ അവന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറങ്ങിക്കൊള്ളുക. പിന്നെയാണ് പാതിരാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. നാളെ വിചാരണയ്ക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്. അപ്പോൾ പാതിരാവിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ മുമ്പിൽ
വിചാരണ നാളിന്റെ പരിശീലനമായിട്ട് നമ്മൾ പാതിരാവിൽ എഴുന്നേറ്റുന്ന ദൈവമേ, എന്റെ സന്തോഷം എന്നതാണ്, എന്റെ സങ്കടം എന്നതാണ് എന്ന് ദൈവത്തോട് മാത്രം നമ്മൾ നിലവിളിക്കുന്ന രാത്രിയിലെ ആ രാത്രിയിലെ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ 5+1, പിന്നെ ഒന്ന് പ്രഭാതത്തിൽ 9 മണിയുടെ സമയത്തുണ്ട്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഐച്ഛികമായി 2ഉം നിർബന്ധമായി 5ഉം നമസ്കാരങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അവന്റെ ജീവിത ചംക്രമണം പൂർത്തിയാകുന്നത്. ഇങ്ങനെ ഒരു ദിവസം നിസ്കരിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ ദൈവം ബാക്കി എല്ലാത്തിന്റെയും അവസ്ഥ ദൈവം കണ്ടുകൊള്ളും എന്നതുകൂടി അതിന്റെ ഫിലോസഫിയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: 5 നേരങ്ങൾ തന്നെ നിസ്കരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു നേരം നിസ്കരിക്കാമോ എന്ന് ചോദിച്ചാൽ അത് യാത്രക്കാർക്ക് 3 നേരമായിട്ട് നിസ്കരിക്കാം. അപ്പോ ഈ ഉച്ചയ്ക്കിടെയും സായാഹ്നത്തിന്റെയും പ്രാർത്ഥന ഒരുമിച്ചും, സന്ധ്യയുടെയും കിടക്കപ്പായലുള്ള പ്രാർത്ഥനയുടെയും പ്രാർത്ഥന ഒരുമിച്ചും, പ്രഭാതത്തിലെ ഒറ്റയ്ക്കും, അങ്ങനെ യാത്രയിലാകുന്ന വേളയിൽ നമുക്ക് ഇളവുണ്ട്. അപ്പോഴും 3 ആവുള്ളൂ, 1 ആവില്ല എന്തായാലും. അപ്പൊ അതുകൊണ്ട് ആ നിലയിലുള്ള ഇതാണ് നമസ്കാരം. അതിന്റെ ആശയം ഇതാണ്. അതുകൊണ്ട് 5 നേരം നമസ്കരിക്കുക എന്ന് പറയുന്നത് ഖുർആനിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. 5 നമസ്കാരങ്ങളെ കുറിച്ച് ഭാരതീയ വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. നീ നൽകിയ നീതിയുക്തമായ നിയമങ്ങളെ പ്രതി ദിവസവും 7 തവണ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തനങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു കാര്യമല്ല നമസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതും ബാങ്ക് വിളിക്കുന്നതും ഇസ്ലാമിൽ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.